42 ദശലക്ഷം അമേരിക്കക്കാർക്കാണ് ഭക്ഷണമില്ലാതായിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് ഒരു വ്യാജ വാർത്തയാണെന്ന് തോന്നിയേക്കാം. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതായത് അമേരിക്ക ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണെന്നും അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പോൾ 42 ദശലക്ഷത്തോളം ആൾക്കാർ ഇപ്പോൾ പട്ടിണി കിടക്കുകയാണെന്നും നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഈ വാർത്തയിലേക്ക് കടക്കാം. അതായത് ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് SNAP പ്രോഗ്രാമിൻ്റെ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കാരണം അമേരിക്ക ഇപ്പോൾ അടച്ചുപൂട്ടലാണല്ലോ. അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് മോശം വാർത്തയാണ് വരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം നവംബർ മാസത്തേക്കുള്ള ഭക്ഷ്യസഹായത്തിൻ്റെ പകുതി ഇപ്പോഴേക്കും നിർത്തിവച്ചിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയും ഈ തീരുമാനത്തിന് താൽക്കാലികമായി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഏകദേശം 42 ദശലക്ഷം അമേരിക്കക്കാർക്ക് പ്രതിമാസം ഭക്ഷണം നൽകുന്ന സപ്ലിമെൻ്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമിന് കീഴിലാണ് ഈ ആശ്വാസം നൽകുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന സർക്കാർ അടച്ചുപൂട്ടൽ ഒരു ഫണ്ടിംഗ് കമ്മിയായി ചൂണ്ടിക്കാട്ടുന്നു. $4.65 ബില്യൺ ഭാഗിക ധനസഹായം മാത്രമേ നിലവിൽ സാധ്യമാകൂ എന്ന് ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രോഗ്രാമിൻ്റെ പൂർണ്ണ ധനസഹായത്തിന് ഏകദേശം $9 ബില്യൺ ആവശ്യമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. കീഴ്ക്കോടതി ഈ വിഷയം തീരുമാനമെടുക്കുന്നത് വരെ മാത്രമേ ഉത്തരവ് പ്രാബല്യത്തിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് കേതൻജി ബ്രൗൺ ജാക്സൺ പറഞ്ഞു. സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഭരണകൂടത്തിന് കുറച്ച് സമയം നൽകുന്നുണ്ടെന്നും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് ദരിദ്രർക്കുള്ള സഹായം നിർത്തലാക്കാൻ സർക്കാർ രാഷ്ട്രീയ കളി കളിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. നേരത്തെ റോഡ് ഐലൻഡിനെ ഒരു ജഡ്ജിയായ ജോൺ മക്കാത്തോൺ മുഴുവൻ തുകയും ഉടൻ നൽകാൻ സർക്കാരിനോട് ഉത്തരവിട്ടിരുന്നു. ദരിദ്രർക്കുള്ള സഹായം തടഞ്ഞു വെച്ചുകൊണ്ട് സർക്കാർ രാഷ്ട്രീയ കളി കളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി കീഴ്ക്കോടതിയുടെ അതായത് കീഴാളക്കോടതിയുടെ ഉത്തരവ് അടച്ചുപൂട്ടലിൻ്റെ കുഴപ്പങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. സർക്കാരിൻ്റെ ഈ നിലപാടും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ദരിദ്രരായ അമേരിക്കക്കാരുടെ ജീവിതത്തിൽ ട്രംപ് ഭരണകൂടം തന്ത്രങ്ങൾ മെനയുകയാണെന്ന് ഡെമോക്രസി ഫോർവേഡ് എന്ന സംഘടന കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് അമേരിക്കയിൽ ഇനി വരും നാളുകളിൽ ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.